ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാത്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും മാർക്ക് നേടാൻ പറ്റുന്ന സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളെ കയ്യിലാക്കണം. കാരണം സ്റ്റാറ്റിക്ക് വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം. സ്റ്റാറ്റിക്ക് 7 മാർക്ക് വരെ വെയിറ്റേജ് ചോദിക്കാൻ പറ്റുന്ന 8 മാർക്ക് വെയിറ്റേജ് ചോദിക്കാൻ പറ്റുന്ന മാത്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇനി എഴുതുന്ന 30 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകണം, എല്ലാം പഠിച്ച് സ്റ്റാറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി പോകാൻ. അപ്പൊ നിങ്ങൾ റെഡി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ റെഡി ആയ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാം, റെഡി എന്ന് കമന്റ് ബോക്സിൽ അറിയാം. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ്. സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് 1 ഷോട്ട് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റാറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വേഗം പോയി ഡിസ്കസ് ചെയ്ത് തിരിച്ചു തരാം. അപ്പൊ സ്റ്റാറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മീൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മീൻ എന്ന് പറയുന്നത്. മീനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയാൻ ഇക്വേഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മീനിന്റെ ഇക്വേഷൻ ആണ് സം ഓഫ് വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. ഞാൻ ഒരു ക്വസ്റ്റ്യനിലൂടെ ആ ഇക്വേഷൻ എന്താണ് കവി ഉദ്ദേശിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് മീൻ കണ്ടുപിടിക്കുമ്പോൾ നോക്കിയാട്ടെ, the score of 7 students in a classroom are given below. Calculate the mean score of the students. അതായത് 7 കുട്ടികളെ എന്ത് തന്നിട്ടുണ്ട്, 7 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. എന്റെ നമ്മളോട് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ, മീൻ മാർക്ക് കണ്ടുപിടിക്കാൻ, മീൻ സ്കോർ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലെ. 7 കുട്ടികളെ സ്കോർ തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, മീൻ സ്കോർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ, 7 കുട്ടികളെ മാർക്ക് ചെയ്താ ഓരോ കുട്ടീനെ 10, പിന്നെ 12, പിന്നെ 14, പിന്നെ 16, പിന്നെ 20, 20, 22 ഇതെല്ലാം 7 കുട്ടികളെ നമ്പർ അഥവാ സ്കോർ എന്ന് പറയുന്നത്. ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതാണ് മീൻ കണ്ടുപിടിക്കുന്ന രീതി. ആദ്യം എന്ത് ചെയ്യുക, ഈ എല്ലാ സ്കോറും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, പ്ലസ് ചെയ്യുക. അതായത് 10 + 12 + 14 + 16 + 18 + 20 + 22. അപ്പൊ എല്ലാം ആഡ് ചെയ്തില്ലേ, എല്ലാം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് നോക്കിയാട്ടെ. നമ്മൾ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്ത്, 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സ് അല്ലേ. ഡിവൈഡഡ് ബൈ 7 നമ്പേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂട്ടല്ലേ, ഈ മേലയിലുള്ള എല്ലാവരെയും കൂട്ടിയാൽ 10ഉം 12 കൂട്ടിയാൽ എത്ര, 22. 22ഉം 14ഉം കൂട്ടിയാൽ എത്രയാ, 22ഉം 14ഉം കൂട്ടിയാല് 36. 36ഉം 16ഉം കൂട്ടിയാല് 36ഉം 6ഉം 42ഉം 10ഉം 52. 52ന്റെ കൂടെ 8 കൂട്ടിയ 60, പിന്നെ 70. 70ന്റെ കൂടെ 90. 90ന്റെ കൂടെ വീണ്ടും 22 ആഡ് ചെയ്ത് കഴിഞ്ഞാല് 90ഉം 10ഉം 100, 112. അപ്പൊ മീൻ എന്തായി, 112 ഡിവൈഡഡ് ബൈ 7. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്ന മക്കളെ, മീൻ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മീൻ സ്കോർ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയില്ലേ. അതൊന്നും പിന്നെ അതിന്റെ ഒരു പ്രത്യേകത പ്രശ്നമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാർ എന്ത് ചെയ്യുന്നില്ല, അതിലോട്ട് കിടക്കുന്നില്ല. അപ്പൊ മീൻ സ്കോർ കണ്ടുപിടിക്കാൻ, മീൻ കണ്ടുപിടിക്കാൻ ഏവർക്ക് മനസ്സിലായില്ലേ, എത്ര നമ്പേഴ്സ് ആണോ തരുന്നത് അതിന്റെ എല്ലാം കൂട്ടുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. വേറെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സാർ തരാം. ഇതാ, ഫൈൻഡ് ദ മീൻ ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന സാധനത്തിന്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു വന്നിട്ട് ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. 5, 8, 4, 12. ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാരെയും കൂട്ടല്ലേ, എല്ലാരെയും കൂട്ടുക. അപ്പൊ എന്താ, 5 + 8 + 4 + 12 ഡിവൈഡ് ബൈ എത്ര നമ്പറാണ് നമ്മൾ കൂട്ടിയേ, 4 നമ്പേഴ്സ് അല്ലടാ കൂട്ടിയേ. അപ്പൊ ഡിവൈഡഡ് ബൈ, അയ്യോ സ്ഥലം മാറി വന്നു പോയല്ലോ. 5 + 8 + 10 + 12 അങ്ങനെ 4 + 12. ഓക്കെ, 4 + 12 ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് നമ്മൾ 4 നമ്പേഴ്സ് അല്ലേ കൂട്ടിയേ, ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇത് ആഡ് ചെയ്യുക ആദ്യം, എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മീൻ സ്കോർ കിട്ടുന്നതായിരിക്കും. അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ ഇത്രയും സിമ്പിൾ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഏത് ടോപ്പിക് ഫിനിഷ് ചെയ്തു, യെസ് മീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഗുരുജി വെച്ചിട്ട് നോക്കാം. യെസ്, അടിപൊളിയായിട്ട് മീനിൽ നിന്ന് കുറച്ചൊരു ട്വിസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. If the mean of 5, 7, x, 16 is 9. അതായത് 4 നമ്പർ തന്നിട്ടുണ്ട്. ഏതല്ല 4 നമ്പർ, 5 ഉണ്ട്, 7 ഉണ്ട്, x ഉണ്ട്, 16 ഉണ്ട്. ഇതിനെല്ലാം മീൻ ചെയ്താൽ, അപ്പൊ ഈ നമ്പറിന്റെ എല്ലാം മീൻ എത്രയാന്ന് പറയുന്നുണ്ട്, ഈ നമ്പറിന്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ അത് 9 പോലും കിട്ടാൻ. അതായത് ഇതിന്റെ മീൻ എടുത്താൽ 9 പോലും കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ മീൻ കണ്ടുപിടിക്കാം. എന്താ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എല്ലാം കൂട്ടാനല്ലേ. അപ്പൊ എല്ലാം കൂട്ടാന്ന് പറഞ്ഞാൽ 5 + 7 + x + 16 ഡിവൈഡഡ് ബൈ എത്ര നമ്പറാണ് നമ്മൾ ഇവിടെ കൂട്ടിയത്, 4 നമ്പർ അല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ 4 അല്ലേ, ഡിവൈഡഡ് ബൈ 4.
അപ്പൊ മീൻ എത്രയാ നമുക്ക് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ട്, മീൻ 9 അല്ലേ. അപ്പൊ 9 ഈസ് ഈക്വൽ ടു ഇത് രണ്ട് കൂട്ടിയാൽ എത്രയാ, 7ഉം 5ഉം കൂട്ടിയാല് 7ഉം 5ഉം കൂട്ടിയാ 12. 12ന്റെ കൂടെ വീണ്ടും എത്ര കൂട്ടുന്നുണ്ട് നമ്മള്, 12ന്റെ കൂടെ 16 കൂട്ടാ അല്ലെ. 12ഉം 16ഉം കൂട്ടിയാൽ എത്രയാ, 28. അപ്പൊ 28 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 4. ഇവിടെ ഡിവൈഡ് ഇങ്ങോട്ട് വരുമ്പോ എന്താ കൂടാ, ഇൻറ്റു. കറക്റ്റാ, ഇൻറ്റു ആവും അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്താ 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 28 എക്സ് പ്ലസ് എക്സ്. ഇങ്ങനെയല്ലേ വരാനല്ലേ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായി. 9 ഇൻറ്റു 4 എത്രയാ, 9 ഇൻറ്റു 4 36 ഈസ് ഈക്വൽ ടു 28 പ്ലസ് എക്സ്. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ, ഇവിടെ 28 പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് ആയിട്ട് മാറുന്നു. അപ്പൊ എന്തായി, എക്സ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 28. 36 28 പോയാൽ എത്രയാ, 8. അപ്പൊ നമ്മൾ എക്സ് എന്താ കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മീനിൽ നിന്ന് ഒന്ന് വട്ടത്തിൽ ചോദിക്കാം, ഒന്ന് തിരിഞ്ഞു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംഭവം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്തതാണ്, 4 ആൾക്കാരെ മീൻ എത്രയാന്ന് പറഞ്ഞ് 9 പറഞ്ഞപ്പോൾ ഞാൻ 4 ആൾക്കാർ എഴുതി, അതിന്റെ മീൻ 9 എഴുതി. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാം, 4 ആളെയും കൂട്ടുക ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഈ 4 ആളെയും കൂട്ടിയപ്പോൾ അനക്ക് എത്ര കിട്ടി, 28 കിട്ടി. 28 പ്ലസ് എക്സ് ബൈ ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 9. ഇവിടെ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡിവൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവുന്നു. അപ്പം അതെങ്ങനെയാ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, മീനിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഏവരും ആൻസർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് മീൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള. സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 ടോപ്പിക്കാണ് മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് മീനും ഒന്ന് മീഡിയനും. ഇതിൽ മീൻ കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏവർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് അല്ലേ, സീനില്ലാലോടാ. ഇനി നേരെ പോകട്ടെ, മീഡിയൻ. യെസ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നടുക്കിരിക്കുന്ന ആള് എന്നാണ്, നടുക്കുള്ള ആള് എന്നാണ് മീഡിയൻ കൊണ്ട് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നടുക്കുള്ള ആൾ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഇതാ, 3 5 7. ഇതിന്റെ മീഡിയൻ ആരാ, 5 അല്ലെ. ഇതിന്റെ മീഡിയൻ 5 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടാ, ഇതിന്റെ നടുക്കാരാ, നടുക്ക് 5 ആണ്. അപ്പൊ മീഡിയൻ പറഞ്ഞാൽ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ നടുക്കുള്ള ആള് എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സാർ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. The score of 7 students in a class are given below. Calculate the median of the score. അതായത് ഒരു ക്ലാസ്സിലെ 7 കുട്ടികളെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അവരെ മാർക്കാണ് ഈ താഴെ തന്നിരിക്കുന്ന മാർക്ക്. അതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നിങ്ങൾ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സ് നമുക്ക് തന്ന നമ്പറിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് എഴുതണം. അങ്ങനെ നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷ് പറയാൻ, അസെൻഡിങ് ഓർഡർ എന്നാണ് പറയാൻ. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 7 കുട്ടികളെ, ഒരു ക്ലാസ്സിലുള്ള 7 സ്റ്റുഡൻസിന്റെ മാർക്ക് തന്നിട്ടില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൽ ചെറിയ നമ്പർ തൊട്ട് വലിയ നമ്പർ വരെ എഴുതുന്ന പരിപാടി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ ഏതിയാലോ, ഏതാ. അപ്പൊ ആദ്യം നോക്കിയട്ടെ, ഇവിടെ 36 ഉണ്ട്, 45 ഉണ്ട്, 21 ഉണ്ട്, 40 ഉണ്ട്, 36 ഉണ്ട്, 44 ഉണ്ട്, 23 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാടാ, അതെ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ 21. അപ്പൊ ആദ്യം 21 എഴുതി. പിന്നെ അതിന് ശേഷം വരുന്നത് ഏതാ വരുന്നത്, പിന്നെ 23 വരുന്നുണ്ട് അല്ലെ, 23 വരുന്നുണ്ട്. അപ്പൊ 23. അപ്പൊ അത് 2 പേര്. ഇനി ആരാ അതിന് ശേഷം വലുത്, ആരാ വരുന്നത്, അതിന് ശേഷം വലുത് 36 അല്ലേ വരുന്നത്. അപ്പൊ 36 2 പ്രാവശ്യം ഇല്ലേ, ഇവിടെ ഒരു 36 ഉണ്ട്, ഇവിടെ ഒരു 36 ഉണ്ട്, ഇവിടെ ഒരു 36 ഉണ്ട്. അത് രണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം, 36,36. പിന്നെ ആരാ ഉള്ളത്, പിന്നെ 40 അല്ലേ, പിന്നെ 40 അല്ലേ വരുന്നത്, 40 വരുന്നുണ്ട്. വേറെ ആരാ വരുന്നത്, 44 അല്ലേ, 44. അവസാനം ആരാ വരുന്നത്, അവസാനത്തെ നമ്പർ 45. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം അല്ലേ. അപ്പൊ സാർ എഴുതി വെച്ചില്ലേ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതി. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ, സെറ്റ് അല്ലടാ. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ, ഇനി ഇവിടെ ടോട്ടൽ എത്ര ആളാണല്ലേ, 7 ആളല്ലേ ഉള്ളേ, 7 ആള്. അപ്പൊ എന്റെ നടു ഏതാണെന്ന് അറിയാം, എന്റെ നടു ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് സിമ്പിൾ അറിയാം നിങ്ങൾ. ഞാൻ ഒരു ടെക്നീക്ക് പറഞ്ഞത് നിങ്ങൾക്ക്, എന്റെ നടു കണ്ടുപിടിക്കാൻ 7 ആൾക്കാർ ഉണ്ടാവുമ്പോൾ അതിന്റെ നടു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓഡ് നമ്പർ അല്ലേ, 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. ഇങ്ങനെ ഓഡ് നമ്പർ വന്നാൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓഡ് നമ്പർ വന്നാൽ 7ന്റെ കൂടെ 1 കൂട്ടാൻ. ഓഡ് നമ്പർ വന്നാലുള്ള ടെക്നീക്കാണ് സാർ പറയുന്നത്. 7ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ, 8 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 7ന്റെ കൂടെ 1 കൂട്ടി 8 ഡിവൈഡ് ബൈ 2 എത്രയാ, 4. എന്റെ 4th പൊസിഷൻ ഏതാ നോക്കാൻ, 4ാമത്തെ ആളാരാ നോക്കാൻ. 4ാമത്തെ ആളാരാ, ഇത് 1ാമത്തെ ആള്, ഇത് 2ാമത്തെ ആള്, ഇത് 3ാമത്തെ ആള്, ഇത് 4ാമത്തെ ആള് അല്ലെ. അപ്പൊ 4ാമത്തെ ആളായിട്ട് ആരാ വരുന്നത്, ഇവിടെ 4ാമത്തെ ആളായിട്ട് വരുന്നത് 36 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ മീഡിയൻ ആരാ, ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഓക്കെ,
അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മീഡിയം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. എന്റെ ഓടാണ് ഇവനാണ് നോക്കി ഇവിടെ 7 കുട്ടികളെ മാർക്കാണ് തന്നത്. അപ്പൊ ഓഡ് നമ്പർ ആണ് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ 1 കൂട്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പൊ 1 കൂട്ടിയാൽ എന്താ? 7ന്റെ അപ്പുറം 1 കൂട്ടി 8 8 ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഫോർത്ത് പൊസിഷൻ ഏതാ നോക്കണം. ഫോർത്ത് പൊസിഷൻ ഏതാ? 1, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ, നാലാമത്തെ പൊസിഷൻ ഇതല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ മീഡിയൻ എത്രയാ? 36. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ മീഡിയനിലേക്ക് വരുന്നു, മീഡിയൻ നടുവാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും സെറ്റ് ആയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ വെയിറ്റ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഗിവൻ ബിലോ. ഒരു ക്ലാസ്സിൽ 8 സ്റ്റുഡൻസ്, നേരത്തെ എ ആല്ലേ ഓടാ, അപ്പൊ ഈവന്റ് വന്നല്ലേ 8 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. എന്താ? ഒരു ക്ലാസ്സിൽ 8 സ്റ്റുഡൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയിറ്റ് ഓഫ് ദി സ്റ്റുഡന്റിന്റെ മീഡിയൻ വെയിറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം മീഡിയൻ ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അസെൻഡിങ് ഓർഡറിൽ ഏതാണല്ലേ? അസെൻഡിങ് ഓർഡർ ചെറുതിന്ന് വലുതിലോട്ട് ഏതണ്ടേ? അപ്പൊ ആദ്യം നമുക്ക് ചെറുതിന്ന് വലുതിലോട്ട് ഏതാം. ഇവിടെ ഏറ്റവും ചെറുത് ഏതാ മക്കളെ? ഇവിടെ ഏറ്റവും ചെറുത് 35 അല്ലേ? ഏറ്റവും ഫസ്റ്റ് വരുന്നത് 35. അപ്പൊ നമ്മൾ ചെറുതിന്ന് വലുതിലോട്ട് എഴുതുന്നതിന്റെ ഭാഗമായി 35. പിന്നെ ആരാ വലുത്? പിന്നെ 39 അല്ലേ? 39 വലുത്. വേറെ ആരാ? അടുത്ത ആരാ വലുത്? 41 അല്ലേ? 41 അല്ലേ? അടുത്ത വലുത് 41. പിന്നെ ആരാ വലുത്? പിന്നെ 42 അല്ലേ വലുത്? 42. പിന്നെ ആരാ വലുത്? പിന്നെ 44 അല്ലേ? 44 അല്ലേ വലുത്? പിന്നെ ആരാ വലുത്? 46 വലുത് അല്ലേ? 46. ഓക്കെ. അടുത്ത ആരാ വലുത്? അടുത്ത 47 ആണ് വലുത്. അത് അവസാനം ഏതാ? 50 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ചെറുതിൽ വലുതിലോട്ട് എഴുതി വെച്ചില്ലേ? മീഡിയം കണ്ടുപിടിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം ചെറുതിൽ വലുതിലോട്ട് എഴുതി. ഇനി നോക്കിയാട്ടെ എത്ര ടേംസ് ഉണ്ട്? 8 സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ 8 ആൾ ഉണ്ടാവില്ലേ? 1 2 3 4 5 6 7 8. നേരത്തെ ഓടാണെങ്കിൽ എളുപ്പമല്ലേ? ഓടാണെങ്കിൽ എന്ത് ചെയ്യാം? ടോട്ടൽ എ ആണെങ്കിൽ ഇപ്പോ 9 ആണെങ്കിൽ ടോട്ടൽ 9 ആളാണെങ്കിൽ 9 1 കൂട്ടുക 10 ഡിവൈഡ് ബൈ 5 അഞ്ചാമത്തെ പൊസിഷൻ പിടിച്ചാൽ മതി. എന്നാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെയാണ് മല്ലയ്യ. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 8 ആളല്ലേ ഉള്ളത്? ഞാൻ നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞുതരാം. ഇവിടെ ടോട്ടൽ 8 ആളുള്ളത്. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? 8ന്റെ പകുതി എടുക്കുക. 8ന്റെ പകുതി എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും അല്ലേ? 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 അല്ലേ വരാന്? 4 1 2 3 4. നാലാമത്തെ ആരാ? നാലാമത്തെ 42. എന്നാൽ 4 മാത്രം എടുത്താൽ പോയോ? 4 മാത്രം എടുക്കാൻ പാടില്ല. 4ന്റെ തൊട്ടപ്പുറത്തെ ആൾ എടുക്കണം. 4ന്റെ തൊട്ടപ്പുറത്തെ ആളാരാ? 4ന്റെ തൊട്ടപ്പുറത്തെ ആള് 45. 4ഉം 5ഉം എടുക്കണം. അപ്പൊ ഇവിടെ 8 സ്റ്റുഡൻസ് ഉണ്ടാവുമ്പോൾ നേരെ അതിന്റെ പകുതി എടുക്കുക. എന്താ? 4. ഇപ്പൊ 4 മാത്രം എടുത്താൽ മതി. 4ന്റെ തൊട്ടപ്പുറത്തെ ആരാ? 5. അത് 2ഉം എടുക്കണം. അപ്പൊ എന്ത് മനസ്സിലായി എനിക്ക്? നാലാമത്തെ ആള് 42ഉം അഞ്ചാമത്തെ ആള് 44. ഇതിന്റെ രണ്ടിന്റെ എന്ത് ചെയ്യുക? ആവറേജ് എടുക്കുക. ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എങ്ങനെ എടുക്കാൻ? അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ കേൾക്കണ്ടാവും, സാറേ ആവറേജ് എടുക്കാൻ അറിയില്ല. ആവറേജ് എടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ ആവറേജ് എടുക്കാൻ എന്ത് ചെയ്യണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുക. ഓക്കെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുക്കുക. അപ്പൊ 4ന്റെ 5ന്റെ ആവറേജ് എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി 42 + 44 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ? ആവറേജ് എടുക്കാൻ. ഓക്കെ. അപ്പൊ 44 42 കൂട്ടിയാൽ എത്രയാ? 44 42 കൂട്ടിയാൽ 86. 86 ഡിവൈഡഡ് ബൈ 3 43. അപ്പൊ ഇതാണ് ഈ 43 ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയൻ വെയിറ്റ് അല്ലേ? മീഡിയൻ വെയിറ്റ് ഓഫ് ദ സ്റ്റുഡന്റിന്റെ മീഡിയൻ വെയിറ്റ് എത്രയാ മക്കളെ? 43 ആണ്. ഈ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഒരു ഈവൻ നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യും, ഓഡ് നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യും എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്റ്റുഡൻസിന്റെ തന്നിട്ട് ഈവൺ ഓടെല്ലാം ചോദിക്കാറുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തതല്ലേ. അപ്പൊ ഇങ്ങനെ 8 സ്റ്റുഡന്റിന്റെ ഓഡ് നമ്പർ വരുന്ന ഒരു ക്വസ്റ്റ്യനും സാർ ചെയ്ത് കാണിച്ചാൽ ഈവൺ നമ്പർ വരുന്ന ഒരു ക്വസ്റ്റ്യനും സാർ തന്നിട്ടുണ്ട്, ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു ഗൈസ്? നമ്മൾ സാധാ മീൻ പഠിച്ചു, സാധാ മീഡിയൻ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇനി രണ്ടും കൂടി ഒരൊറ്റ ക്വസ്റ്റ്യൻ വരുമോ? വരും. ഇവിടെ കണ്ടെങ്കിൽ the mark obtained by 9 students in a test are given below. Find the mean and median. മീനും കണ്ടുപിടിക്കണം, മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റ് അല്ലേ, നിങ്ങൾക്കെല്ലാം അടിപൊളിയല്ലേ. ഇപ്പൊ ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? മീൻ കണ്ടുപിടിക്കാൻ ഈ എല്ലാവരും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 18 + 25 + 22 + 30 + 27 + 24 + 29 + 21 + 26 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ആളെ കൂട്ടിയേ? 9 സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ 9. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. ഇനി മീഡിയൻ കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? മീഡിയൻ കിട്ടാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം, ചെറുതിന്ന് വലുതിലോട്ട് എഴുതണം. അതിന് ശേഷം ഇത് 9 സ്റ്റുഡൻസ് അല്ലേ, 9 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ. 9 ഓഡ് നമ്പർ അല്ലേ. ഓക്കെ. അപ്പം രണ്ടാമതായി നമ്മൾ എന്ത് നോക്കി?
ഇത് ഓഡ് നമ്പർ ആണോ നോക്കിയല്ലേ. അപ്പൊ ഇത് ഓഡ് നമ്പർ ആ, മനസ്സിലായി. ഓഡ് നമ്പർ ആണെങ്കിൽ ടെക്നിക്ക് എന്താ, 9+1 ÷ 2 അല്ലെ. 9+1 10, 10 ÷ 2 5. അപ്പൊ അഞ്ചാമത്തെ പൊസിഷനിൽ ആരാണോ വരുന്നത്, ചെറുതിന്ന് വലുതിലോട്ട് എഴുതിയ അഞ്ചാമത്തെ പൊസിഷനിൽ ആരാണോ വരുന്നത്, അതായിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ സാർ എന്തായാലും ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് രണ്ടും ഞാൻ ഇപ്പം പഠിപ്പിച്ചു തന്ന സാധനമാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ വരച്ചുകൊണ്ടുള്ള മീഡിയൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് മീഡിയൻ പലമാതിരി മീഡിയൻ ഉണ്ട്, പലമാതിരി. നമ്മൾ പറയില്ലേ ഒരു പല കോലത്തിൽ കാണാൻ പറ്റും, അതേപോലെ മീഡിയത്തിന് നമുക്ക് മീഡിയൻ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് പല കോലത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ മീഡിയന്റെ പലമാതിരി കോലമാണ്. ഒന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അടങ്ങുന്ന ഒരു ടോപ്പിക്കും അതേപോലെ തന്നെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും. ഇത് വളരെ 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 എത്ര നമുക്ക് പറയാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം മയക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനായിട്ട് വരാൻ. പല പല പേപ്പറിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാണിച്ചു തരാം, കുറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരു ക്വസ്റ്റ്യൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ദ ഹൈറ്റ് ഓഫ് എ 25 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് റൂം ആർ ഗിവൺ. ഒരു ക്ലാസ് റൂമിലെ 25 കുട്ടികളെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൈറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് അറ്റ് വിച്ച് ദ പൊസിഷൻ ഈസ് മീഡിയൻ. ഏത് പൊസിഷനിലാണ് മീഡിയൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി ഹൈറ്റ്, മീഡിയൻസ് ഓഫ് ദി ഹൈറ്റ്. അതായത് ഇത് കണ്ടെങ്കിൽ ഇവിടെ എന്തില്ല, നിങ്ങൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ഏത് 140 തൊട്ട് 150 വരെ, പിന്നെ 145 മുതൽ 160 വരെ, ഇങ്ങനെയല്ല കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ 170 ഇങ്ങനെ എക്സെട്ര ഇടുന്നോട്ട് ഇടം വരെ ഇങ്ങനെ കാണിക്കുന്ന ക്വസ്റ്റ്യനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഡാഷ് തൊട്ട് ഡാഷ് വരെയുള്ള ക്വസ്റ്റ്യനെ നമ്മൾ മീഡിയൻ ക്ലാസ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ടഫാ, കുറച്ചും കൂടി കട്ടിയുള്ള ക്വസ്റ്റ്യനാണ്. എന്നാൽ ഇത് കണ്ട ഇവിടെ എന്തില്ല, ഇവിടെ ഇങ്ങനെ അത്ര തൊട്ട് ഇത്ര വരെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ, ഈ ക്വസ്റ്റ്യൻ സിമ്പിളാ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾ ദ്വാരക്കണം. ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിനാണ് വരാൻ. ഇത് അതിനെക്കാട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ എന്തായാലും സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് ആൻസറിന്റെ ഇട പിടിച്ചോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ടാബിൾ ഒന്നും കൂടി മാറ്റി വരക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി. അതാ ഈ ടാബിൾ നമ്മൾ മാറ്റി വരക്കാം. അയ്യോ സ്ഥലം ഇല്ലല്ലോ അല്ലേ നമുക്ക്, അഞ്ചാറില്ല. ഓക്കെ, ഇതാണ് നമ്മൾ മാറ്റി വരക്കാം. നമ്മളൊരു കുഞ്ഞി ടാബിളാ. ഓക്കെ, അപ്പൊ ആദ്യം ഹൈറ്റ്, ഇവിടെ നമ്മൾ ഹൈറ്റിന് എച്ച് നോട്ട് ചെയ്ത്, ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ n എന്ന് നോട്ട് ചെയ്ത്, അവസാനം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എഴുതി വെച്ച്. ഓക്കെ, അപ്പൊ ഹൈറ്റ് ആയിട്ട് നമുക്ക് എത്രയാ ഫസ്റ്റ് വരുന്നത്, 140 അല്ലേ ആദ്യത്തെ കേസിൽ തരുന്നത്, 140. ഇനി എത്രയാ, പിന്നെ എത്രയാ പറയുന്നത്, 145. പിന്നെ എത്രയാ പറയുന്നത് ചങ്ങായി, 150. പിന്നെ എത്രയാ ചങ്ങായി പറയുന്നത്, നമുക്ക് ഇതിന്റെ താഴെ പിന്നെ വണ്ണം ഒപ്പിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് നമുക്ക് നടക്കൂല. 155. ഓക്കെ, പിന്നെ എത്രയാ അടുത്തതിൽ പറയുന്നത്, 160, 163, 165. അവിടെ കുറച്ചുണ്ടല്ലോ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കള്ളി കൂട്ടിയതിൽ വരക്കാം, അല്ലാണ്ട് വെറുതെ വൃത്തിയില്ല. 150 കഴിഞ്ഞാൽ 160, പിന്നെ 163, അവസാനം 165. ഓക്കെ, 165. അതായത് ക്വസ്റ്റ്യനിലുള്ള സാധനം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ എടുക്കുക, അതേപോലെ എന്ത് ചെയ്യുക, നമ്മളിവിടെ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്പർ, ഈടുള്ള നമ്പർ അങ്ങനെ തന്നെ എഴുതുക. 3, 2, 5, 6, 4, 3, 2. ഓക്കെ, അത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വരച്ചത്, വേറെ പ്രത്യേകിച്ച് ഒന്നും വരച്ചിട്ടില്ല മക്കളെ. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇതിൽ ആദ്യം കാണുന്ന ആളെ ആദ്യത്തെ കള്ളിയിൽ അങ്ങ് വരക്കാം. ഏതാ ഇവിടെ എത്രയാണ്, 3. അപ്പൊ ആദ്യത്തെ കള്ളി 3 തന്നെ ഏതാണ്. ഇനി രണ്ടാമത്തെ കള്ളിയിൽ ഏതാണ്ട് ആദ്യം അറിയോ, ആദ്യത്തെ രണ്ടാളെ കൂട്ടിയിട്ട് രണ്ടാമത്തെ കള്ളിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2, 3 2 കൂട്ടിയാൽ എത്ര, 5. അതാണ് നമ്മളെ രണ്ടാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്. ഇനി എന്താ മൂന്നാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്? എടാ മൂന്നാമത്തെ കള്ളിയിൽ എഴുതേണ്ടത് 3 ആൾക്കാരെയും കൂട്ടിയിട്ട്, ആദ്യത്തെ 3 ആളെ കൂട്ടിയിട്ട് മൂന്നാമത്തെ കള്ളി, ആദ്യത്തെ 4 ആളെ കൂട്ടിയിട്ട് 4ാമത്തെ കള്ളി, ആദ്യത്തെ 5 ആളെ കൂട്ടിയിട്ട് 5ാമത്തെ കള്ളി, ആദ്യത്തെ 6 ആളെ കൂട്ടിയിട്ട് 6ാമത്തെ കള്ളി. ഈ ഒരു രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചോളെ, ആദ്യത്തെ ആളെടുത്ത് ആദ്യത്തേൽ കൊടുത്ത്, ആദ്യത്തെ 2 ആളെ കൂട്ടി 2ാമത്തെ കള്ളിയിൽ എഴുതി, ആദ്യത്തെ 3 ആളെ കൂട്ടി 3ാമത്തെ കള്ളിയിൽ എഴുതി, ആദ്യത്തെ 4 ആളെ കൂട്ടി 4ാമത്തെ കള്ളിയിൽ എഴുതി. മനസ്സിലായ? അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇല്ല ആദ്യത്തെ ആളെ പിടിച്ച് ആദ്യത്തേൽ എഴുതി, ആദ്യത്തെ 2 കൂട്ടിയിട്ട് എഴുതുമ്പോൾ 5, ആദ്യത്തെ 3 കൂട്ടിയാൽ എത്രയാ, 3 2 5, 5 5 10. ഇതാണ് മൂന്നാമത്തെ. ഇനി ആദ്യത്തെ 4 ആളെ കൂട്ടിയാൽ എത്രയാ, 3 2 5, 5ഉം 10, 10ന്റെ കൂടെ 6 കൂട്ടിയാൽ 16. ഇനി അടുത്ത ഏതാ, ഇതെല്ലാം കൂട്ടിയിട്ട് വേണ്ട ഇവിടെ ഏതാണ്, അപ്പൊ എത്രയാ, 20 ആണ് വരാൻ. ഓക്കെ, പിന്നെ അടുത്ത എല്ലാം കൂട്ടിയാൽ എത്രയാ, 23 ആണ് വരാൻ.
അവസാനം എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കൂട്ടിയിട്ട് വേണ്ടേ ലാസ്റ്റ് കളിയിലാണ്. അപ്പൊ 25. അപ്പൊ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ വരക്കാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലടാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ വരക്കാനല്ലേ. അപ്പൊ ഈ ഒരു സാധനം മനസ്സിലായി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരക്കാൻ മനസ്സിലായി, ടാബിൾ വരക്കാൻ മനസ്സിലായി. അപ്പൊ ടാബിൾ സെറ്റ് ആയേ. ഇനി എന്താ ചെയ്യണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവസാനം കിട്ടിയ നമ്പർ നോക്കണം. അതാണ് നമ്മൾ പരിപാടി. അവസാനം കിട്ടിയ നമ്പർ എത്രയാ? 25. യെസ് മക്കളെ, ഈ 25 ഓഡ് ആണോ ഇവൺ ആണോ? ഓഡ് നമ്പർ ആണല്ലേ, ഓഡ് നമ്പർ. അപ്പൊ 25 ആണ് കിട്ടി. 25 ഏത് നമ്പർ അങ്ങ് മനസ്സിലായി, ഓഡ് നമ്പർ. അപ്പൊ ഇതിന്റെ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം എന്തറിയാടാ പറ. മീഡിയന് ഓഡ് നമ്പറിന്റെ മീഡിയൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഓഡ് നമ്പറിന്റെ മീഡിയൻ ആണ് എന്ത് ചെയ്യാന്? നമ്മൾ ആദ്യം ആ 25 എടുക്കും, നമ്പർ എടുക്കും അല്ലെ. എന്നിട്ട് അതിൽ നിന്നും എന്ത് കൂട്ടും? 1 കൂട്ടും. എന്നിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യും. അതന്നെയല്ലേ തൊട്ട ബാക്കിൽ നമ്മൾ ചെയ്തല്ലേ നേരത്തെ ഓഡ് നമ്പർ വന്നപ്പോ ഇങ്ങനെയല്ലേ ചെയ്തേ. അപ്പൊ 25 പേര് 1 കൂട്ടി എത്രയാ? 26 ഡിവൈഡഡ് ബൈ 2. 26ന് 2 ഡിവൈഡ് എത്രയാ? 13. അപ്പൊ എത്രാമത്തെ പൊസിഷൻ ആടാ ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാല് 13ാമത്തെ പൊസിഷൻ ആണ് ഇതിന്റെ മീഡിയൻ. അതല്ലേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോക്കിയാട്ടെ, ഇഫ് ദ ഹൈറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് അറ്റ് വിച്ച് ദ പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ. ഏത് പൊസിഷൻ ആണ് മീഡിയൻ? അപ്പൊ ഏത് പൊസിഷൻ ആടാ മീഡിയൻ? ഏത് പൊസിഷനാ മക്കളെ മീഡിയൻ? 13ാമത്തെ പൊസിഷൻ ആണ് ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയാട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ഓഡ് നമ്പർ കിട്ടിയോണ്ടല്ലേ. ഇവിടെ വെറുതെ വിചാരിക്കും സാറിന് കിട്ടിയത് 24 ആണെന്ന് വിചാരിക്കും. 24 ലാസ്റ്റ് കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനം കിട്ടിയ 24 ആണ് നിങ്ങൾ വെറുതെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സാർ എന്ത് ചെയ്യാന്? നിങ്ങൾ പറ. സാർ എന്ത് ചെയ്യും? സാർ 24 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ 24 2 കൊണ്ട് ഡിവൈഡ് എത്രാമത്തെ പൊസിഷൻ ആവും? 12ാമത്തെ പൊസിഷൻ ആവും. അതെനിക്ക് മീഡിയൻ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്നത് എന്താണോ മക്കളെ സാർ ചെയ്ത അത് തന്നെ എഴുതും. അപ്പൊ 12ാമത്തെ പൊസിഷൻ മീഡിയൻ പറയാൻ പറ്റും? ഇല്ല. 12ാമത്തതും തൊട്ടപ്പുറത്താരാ? 13ാമത്തതും ഡിവൈഡഡ് ബൈ 2 ചെയ്യണം അല്ലേ. അപ്പൊ എനക്ക് ഒരു ആൻസർ കിട്ടൂലേ. അതാണ് ഇതിന്റെ എന്തെന്ന് പറയാൻ നമ്മൾ മീഡിയൻ എന്ന് പറയാന്. ഓക്കെ, അപ്പൊ അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ നമ്പേഴ്സ് എഴുതിയിട്ട് ചെയ്തതും അത് തന്നെയല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്, വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്താ 13ാമത്തെ പൊസിഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഇനി ഇതിൽ 13ാമത്തെ 13 ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് 13 ഏടിയ. ഇത് കേട്ടെ എടാ, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സ്ഥലം നോക്കാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 എന്ന് പറഞ്ഞാൽ ആരെല്ലായിരിക്കും? 3 എന്ന് പറഞ്ഞാൽ 1 2 3 അതാണ് 3ൽ വരാൻ. ഇനി 5 എന്ന് പറഞ്ഞാൽ ആരാ? 5ൽ ആരെല്ലാം വരും? 1 2 3 4 5 അതാണ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ആരെല്ലാം പൊസിഷൻ? ഫസ്റ്റ് പൊസിഷൻ വരും, സെക്കൻഡ് പൊസിഷൻ വരും, തേർഡ് പൊസിഷൻ വരും, ഫോർത്തും ഫിഫ്ത്തും ഇതിൽ വരും. ഇനി 10th പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 10th പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരല്ല എക്സ്ട്രാ വരുന്ന ആരല്ല? 10th പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 2 3. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ ഈ ഒരു സ്ഥലം സംബന്ധിച്ചിടത്തോളം അതിൽ ഏടം തൊട്ട് ഏടം വരെ ഉണ്ട്. 1 മുതൽ 3 വരെ ഈ സ്ഥലത്ത് ഉണ്ടാവും അല്ലെ. ഇനി 4 4 5 എന്ന് പറഞ്ഞാൽ അതിൽ എന്താ എക്സ്ട്രാ ആരും കൂടി വരും? 4ഉം വരും 5ഉം വരും ഇടാം. ഇനി 10 വരെ എന്ന് പറഞ്ഞാൽ ഇതിൽ ആരിൽ എക്സ്ട്രാ ഉണ്ടാവും? 6 മുതൽ 10 വരെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. അതായത് 4 5 തൊട്ട മേലയിലാണല്ലോ. 3 വരെ ഉള്ളത് 1 2 3 ആടെ ഉണ്ടാവാന്. 4 5 എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ആയിട്ട് ആരെ വരുന്നത്? 4 5 എക്സ്ട്രാ വരും. 10 എന്ന് പറയുമ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ട് ആരെ വരുന്നത്? 6 മുതൽ 10 വരെ ആടെ വരും. ഇനി 16 പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് ആരെ വരുന്നത്? 10ന് ശേഷം വരുന്ന എത്ര ആളുണ്ടാവും? 13 മുതൽ 16 വരെ ഇവിടെ ഉണ്ടാവാൻ അല്ലെ. 13 മുതൽ 16 വരെ. ഇനി ഇവിടെ ആണെങ്കിലോ 17 മുതൽ 20 വരെ ഇവിടെ ഉണ്ടാവാൻ. ഇനി ഇവിടെ ആണെങ്കിലോ 21 മുതൽ 23 വരെ ഇവിടെ ഉണ്ടാവാൻ അല്ലെ. ഇനി അവസാനം ഇവിടെ ആണെങ്കിലോ മക്കളെ ഇവിടെ 24ഉം 25ഉം ഇവിടെ ഉണ്ടാവാൻ. അങ്ങനെയല്ലേ അതിന്റെ കളി. നിങ്ങൾക്ക് ഈ ഒരു രീതി മനസ്സിലായ മക്കളെ? അതായത് 3 എന്ന് പറയുമ്പോൾ അവിടെ 1 മുതൽ 3 വരെ ഉണ്ടാവും. 5 എന്ന് പറഞ്ഞാൽ 3ന് ശേഷമുള്ള ആൾക്കാരല്ലേ ഈ ടീമിൽ ഉണ്ടാവാൻ അല്ലെ. അപ്പൊ ആരെല്ലാം ഉണ്ടാവാൻ? 4ഉം 5ഉം ആയിരിക്കും ഇവിടെ ഉണ്ടാവാൻ. ഇനി 10 എന്ന് പറഞ്ഞാൽ 5ന് ശേഷം 10 വരെയുള്ള ആൾക്കാരല്ലേ ഇവിടെ ഉണ്ടാവാൻ. അതായത് 6 7 8 9 10. അപ്പൊ 6 to 10 11 to 16 17 to 20. അപ്പൊ ഇത് നോക്കിയാട്ടെ എത്രാമത്തെ പൊസിഷൻ ആണ് പറയുന്നത്? എത്രാമത്തെ പൊസിഷനാ? 13ാമത്തെ പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ 13ാമത്തെ പൊസിഷൻ ഏടിയാ വരുന്നത്? ഇത് നോക്കിയാട്ടെ 11ന്റെയും 16ന്റെയും ഇടയിലല്ലേ 13 വരാൻ അല്ലെ. 11ന്റെയും 13ന്റെയും 16ന്റെയും ഇടയിലല്ലടാ 13 വരാന്. അപ്പൊ 13ാമത്തെ ആളാരാ? 13ാമത്തെ ആൾ ഇങ്ങനെ പിടിക്കാൻ എന്താ ഹൈറ്റ്? എന്താ 13ാമത്തെ ആളെ ഹൈറ്റ് എത്രയാടാ? 155. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി ഹൈറ്റ് ചങ്ങായി 13ാമത്തെ ചങ്ങായിന്റെ ഹൈറ്റ് എത്രയാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കി 13ാമത്തെ പൊസിഷന്റെ ഹൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഇതാ 16 നേരെ 155 അല്ലേ കിട്ടിയത്. അപ്പൊ 155 ആണ് 13ാമത്തെ ചങ്ങായിന്റെ ഹൈറ്റ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ.
ഈ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ വരക്കാൻ ഇതൊക്കെ ആദ്യം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ വരക്കാൻ മനസ്സിലായില്ലേ? മനസ്സിലായി, സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ഇനി ആ കൂട്ടി ചെയ്യുന്ന പരിപാടി മനസ്സിലായില്ലേ? ആദ്യത്തെ രണ്ടാളെ കൂട്ടിയിട്ട് ഒരാൾ രണ്ടാമത്തെ കള്ളിയിൽ, ആദ്യത്തെ മൂന്നാളെ കൂട്ടിയിട്ട് മൂന്നാമത്തെ കള്ളിയിൽ, നാലാളെ കൂട്ടിയിട്ട് നാലാമത്തെ കള്ളിയിൽ, അഞ്ചാളെ കൂട്ടിയിട്ട് അഞ്ചാമത്തെ കള്ളിയിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് സ്ഥലം മനസ്സിലാക്കില്ലേ? 3 പറഞ്ഞാൽ 1 മുതൽ 3 വരെ, 5 പറഞ്ഞാൽ 3 ശേഷമുള്ള ആരില്ല 4ഉം 5ഉം. ഇനി 10 വരെ പറഞ്ഞാൽ 5 ശേഷം വരുന്നല്ലേ? അപ്പൊ 5 ശേഷം 6, 7, 8, 9, 10. പിന്നെ എത്രയാള്? 16 വരെ. 10 ശേഷം 16 വരെ ആരില്ല? 11, 12, 13, 14, 15, 16. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലം മനസ്സിലാക്കി. പിന്നെ നമ്മൾ എങ്ങനെയാ ഇത് ഓഡ് നമ്പർ ആണ് മനസ്സിലായി, ലാസ്റ്റ് കിട്ടിയ നമ്പർ ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ 25ന്റെ ഓഡ് നമ്പറിന് എങ്ങനെയാ ചെയ്യാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഡ് നമ്പർ ആണെങ്കിൽ +1 / 2. അപ്പൊ 25 ഒന്നും കൂട്ടിയ 26, 26 / 2 ചെയ്താൽ 13. ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കി. ഈ 13 ഏത് സ്ഥലത്താണല്ലേ? 13 നമുക്കറിയാം 11ന്റെയും 16ന്റെയും ഇടയിലല്ലടാ 13 വരുന്നല്ലേ? അപ്പൊ 13നെ നേരെ ഇങ്ങ് പിടിച്ചപ്പോൾ എവിടെ കിട്ടി? 155 കിട്ടി. അപ്പൊ ഈ 155 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഏത് സാധനം, നമ്മളെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതന്നെ ഈവൻ നമ്പറിൽ വന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈവൻ നമ്പർ വന്നാൽ എങ്ങനെയാ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന്, നേരത്തെ നമ്മൾ എന്താണ് ചെയ്തത് അതിൽ നിന്ന് വ്യക്തമാണ്, സിമ്പിൾ ആണ്, മനസ്സിലാകും, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾ ഏതുമായിരിക്കും അല്ലെ ഇതിന്റെ ഈവൻ നമ്പർ വന്നാൽ. എന്തായാലും ഈവൻ നമ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വെക്കാം, അവസാനത്തിൽ വെക്കാം. അവസാനം നിങ്ങൾ ആകെ ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈവൻ ആണ് വന്നതെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ അവസാനം കിട്ടിയ നമ്പർ അവസാനം നമ്മൾ ഇവിടെ കിട്ടിയില്ലേ, നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എവിടെ പോയി? ഇത് ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയത് 25ന് പകരം 24 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 24 കിട്ടിയതെങ്കിൽ നിങ്ങൾ 12ാമത്തെ ആളെയും കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ 13ാമത്തെ ആളെയും കണ്ടുപിടിക്കണം. അപ്പൊ 12ാമത്തെ ആളും 13ാമത്തെ ആളും ഏതന്നെയാ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ 11 to 12, 13, 16 തന്നെ അല്ലേ 11, 12, 13 വരുന്നത്. അപ്പൊ ഇവിടെ 12ാമത്തെ ആളും എത്രയാ നമുക്ക് അറിയാം? 155. ഇവിടെ അതും 155 തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞാൽ 155 + 155 / 2 ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, നമ്മൾ കാത്തിരിക്കുന്ന അവസാനത്തെ ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത്, മീഡിയൻ ക്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ്, അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? സാധാരണ മീൻ കണ്ടുപിടിക്കാൻ മനസ്സിലായി, മീഡിയൻ കണ്ടുപിടിക്കാൻ മനസ്സിലായി, മീഡിയൻ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ മനസ്സിലായി, ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ മനസ്സിലായി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിൾ കണ്ടുപിടിക്കാൻ മനസ്സിലായി. എല്ലാം സെറ്റ് അല്ലടാ? എല്ലാം സെറ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് സെറ്റ് പറ മക്കളെ. ഇതല്ലേ നമുക്ക് എനർജി, നിങ്ങളല്ലേ തരേണ്ടതല്ലേ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ ക്ലാസ്. ഈ ഒരു ടോപ്പിക് കഴിയുന്നതോടുകൂടി എന്ത് കഴിഞ്ഞു ഗൈസ്? നമ്മളെ മീഡിയൻ ക്ലാസ് അഥവാ നമ്മളെ സ്റ്റാറ്റി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് കൊണ്ട് ആൾ ഉഷാറായിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ തീർക്കാൻ വേണ്ടി പോകണം അല്ലേ. അപ്പൊ മീഡിയൻ ക്ലാസ് പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാ മീഡിയൻ ക്ലാസ് ആണോ തിരിയാൻ എങ്ങനെയാ? ഒരു ടേബിളിൽ എങ്ങനെ ഉണ്ടാവൂടാ? ഇങ്ങനെ 150 തൊട്ടിട്ട് 160 വരെ, അല്ലെ 170 തൊട്ട് 180 വരെ, 190 തൊട്ടിട്ട് ഇങ്ങനെ ഡാഷ് ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സ്ഥലം കാണിക്കും. 160, 120, 130, 140, 150 ഇങ്ങനെ ഉണ്ടാവും ഒരു സ്ഥലം. ഇത്ര ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് അല്ലാണ്ട് ഇത്ര തൊട്ട് ഇത്ര വരെ ഇങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് ആരെ കുറിച്ചാണ് പറയുന്നത്, മീഡിയൻ ക്ലാസ് പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മീഡിയൻ ക്ലാസ് ക്വസ്റ്റ്യൻ, മീഡിയൻ ക്ലാസിന്റെ അവസാനത്തെ സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് മീഡിയൻ ക്ലാസിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതായിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ ഡെയിലി വേജ്, ഫൈൻഡ് ദ മീഡിയൻ വേജ്. അതായത് ഇവിടെ പറയുന്നത് ഒരു ഫാക്ടറിയിലുള്ള ആൾക്കാരെ ശമ്പളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ശമ്പളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 400 മുതൽ 500 വരെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ 500 മുതൽ 600 വരെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, 600 മുതൽ 700 വരെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, 700 മുതൽ 800 വരെയുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ 800 മുതൽ 900 വരെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരാ? 8, 9, 11, 10, 7, 9. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ മീഡിയൻ ക്ലാസിന്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഇതാ 400 to 500, 500 to 600, 600 to 700 കണ്ട ഒരു ഡെഫിനിറ്റ് സ്പേസ് കണ്ടെങ്കിൽ 400 to 500 അങ്ങനെ കുറെ ഒരു സ്പേസ് പോലെ ഒരു എന്തുണ്ട്, 2 അക്കങ്ങൾ ഇങ്ങനെ കാണിക്കും അല്ലെ. അതായത് 500 to 600, 600 to 700 ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്, ഇത് മീഡിയൻ ക്ലാസിന്റെ പ്രോബ്ലം ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യം പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നേരെ പോട്ടെ ആദ്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. If the workers are arranged in the increasing order of their daily wage, which position is taken as the median worker? ആരാണ് ഇതിന്റെ മീഡിയൻ എന്നാണ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, കണ്ടുപിടിക്കാം.
വാട്ട് ഈസ് ദ അസ്യൂംഡ് ഡെയിലി വേജ് ഓഫ് ദ 20th വർക്കർ? 20ാമത്തെ ചെങ്ങായിന്റെ വർക്കറെ എന്ത് ചോദിക്കുന്നുണ്ട്? ഡെയിലി വേജ് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, കണ്ടുപിടിക്കുക, ബേജാറില്ല, സിമ്പിൾ ആണ്. ഇനി എന്താ, ഫൈൻഡ് ദ മീഡിയൻ ഡെയിലി വേജ്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ ഡെയിലി വേജ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതും ചോദിക്കുന്നുണ്ട്, അതും കണ്ടുപിടിക്കാൻ ടെൻഷൻ വേണ്ട. ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും വിടാൻ തയ്യാറല്ല. നമുക്ക് ഈ 5 മാർക്ക് കിട്ടിയേ പറ്റൂ അല്ലെ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ പുതിയ ടാബിൾ വരക്കണം. പുതിയ ടാബിൾ നമുക്ക് വരക്കണം. എന്താ ടാബിൾ എങ്ങനെ വരക്കാനെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മൾ ഇവിടെ ഒരു ടാബിൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ടാബിൾ നോക്കിയാട്ടെ, അതേപോലെ നമ്മൾ ഇവിടെ ഒരു ടാബിൾ വരച്ചല്ലേ. ഇവിടെ അതേപോലെ ഒരു ടാബിൾ വരക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ടാബിൾ വരക്കുന്നു. അതാ ആദ്യം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, കാരണം എൻ്റെ ഈ വരക്കൽ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് അറിയാം. അതിന്റെ നമ്മൾ ഹെഡിങ് കൊടുത്തത് ഹെഡിങ് കൊടുത്ത് എന്താ, ഡെയിലി വേജ് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്ത്, ഡെയിലി വേജ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്ത്. ഇനി എന്താ അറിയോ, ഇവിടെ ഇപ്പൊ നിങ്ങൾ എഴുതിയണ്ട ബിലോ ഇതെന്താ സംഭവം അറിയോ നിങ്ങൾ? 400 to 500 അല്ലേ ആദ്യത്തെ ആളല്ലേ? 400 to 500, അതിൽ വലുതേതാ? 500 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ 500 എടുത്തിട്ട് ഇവിടെ ഏതാ, എന്റെ അതിന്റെ മുന്നിൽ ബിലോ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ 400 to 500 ഏറ്റവും വലുത് 500 അല്ലേ മക്കളെ? ആ 500 എടുത്തിട്ട് ഇവിടെ എഴുതിട്ട് ബിലോ 500 ഏതാ. ഇനി നോക്കിയട്ടെ, 500 to 600 ഏതാ മക്കളെ വലുത്? 500 to 600 ഏതാ വലുത്? 600 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, 600 എടുത്തിട്ട് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാ, ബിലോ 600. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിന് പകരം എങ്ങനെ ഏതാ നിങ്ങളൊന്ന് പറഞ്ഞാണേ. കറക്റ്റ്, ബിലോ 700 അല്ലേ ഏതാണ്? അടിപൊളി, നിങ്ങൾ സീനാണല്ലോ. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും ഏതാണ്? കറക്റ്റ്, ബിലോ 800 അല്ലേ ഏതാണ്? കാരണം ഇവിടെ 700 to 800 800 അല്ലേ വലുതല്ലേ? അപ്പൊ ബിലോ 800 ഏതാണ്? ഇനി 800 to 900 നമ്മൾ എങ്ങനെ ഏതും? ബിലോ 900 ഏതും. സെറ്റടാ. അപ്പൊ എല്ലാവർക്കും ഈ ഏതുണ്ട്. അതായത് നമ്മൾ എന്ത് മനസ്സിലായി? നമ്മളെ ഈ ഒരു ഡെയിലി വേജിന്റെ ബിലോ എന്ന് എഴുതി വെക്കുന്ന കാര്യം മനസ്സിലായി അല്ലേ? അപ്പൊ ഇതെല്ലാം മനസ്സിലാവേണ്ട സീനിലെ സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ പോലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമല്ലേ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സിമ്പിൾ അല്ലേ? എന്തിനാണ് നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ടെക്നീക്ക് പറഞ്ഞാല്, ആദ്യമുള്ള ആൾ എടുത്തിട്ട് ആദ്യത്തെ കള്ളിയിൽ എഴുതാം. ഇവിടെ ആദ്യത്തെ ആളാരാ? 8. അപ്പൊ 8 എടുത്തിട്ട് ആദ്യത്തെ കള്ളിയിൽ എഴുതി 8. ഇനി രണ്ടാമത്തെ ആളെ കള്ളിയിലേക്ക് എഴുതുമ്പോ എങ്ങനെയാ? ആദ്യത്തെ രണ്ടാളെയും കൂട്ടിയിട്ട് രണ്ടാമത്തെ കള്ളിയിൽ എഴുതാം. അതല്ലേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലേ. അപ്പൊ 8ഉം 11ഉം കൂട്ടിയാൽ എത്രയാ? 19 അല്ലേ? ആ 19 എടുത്തിട്ട് രണ്ടാമത്തെ കള്ളിയിൽ എഴുതാം. ഇനി ആദ്യത്തെ 3 കൂട്ടിയിട്ട് ഏത് കള്ളിയിൽ എഴുതാ? മൂന്നാമത്തെ കള്ളിയിൽ എഴുതാ. ആദ്യത്തെ 3 കൂട്ടിയാൽ എത്രയാ? 8, 11, 10 എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടാന്? കറക്റ്റ് 29 കിട്ടും അല്ലെ? 29 സൂമായി പോയി. യെസ്, ശരിയായി. അപ്പൊ ഇതാ ആദ്യം എന്ത് ചെയ്യാ? 8. ഇനി ആദ്യത്തെ 3 കൂട്ടി 29 അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 29 എഴുതാം. ഇനി ആദ്യത്തെ 4 ആളെ കൂട്ടിയിട്ട് നാലാമത്തെ കള്ളിയിൽ ഏതണ്ടേ? അപ്പൊ ആദ്യത്തെ 4 ആളെ ഇങ്ങ് കൂട്ടാലോ. അപ്പൊ 4 ആളെ കൂട്ടി എത്രയാ? 8, 11, 10. പിന്നെ അതിന്റെ കൂടെ 7 കൂടി കൂട്ടണം. അപ്പൊ 29ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയാ? 36. ഇനി ആദ്യത്തെ എല്ലാരെയും കൂട്ടിയിട്ട് അവസാനത്തെ കള്ളിയിൽ എഴുതി കൊടുക്കുക അല്ലെ? അപ്പൊ എല്ലാരെയും കൂട്ടിയാൽ എത്ര? ഇവിടുന്നോട്ട് ഇടുമ്പോൾ നിങ്ങൾ കൂട്ടിയാല് 45 ആണ് വരാന്. അപ്പൊ ലാസ്റ്റത്തെ കള്ളിയിൽ 45. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ടാബിൾ വരക്കാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ടാബിൾ വരക്കലാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലെ, സെറ്റ് അല്ലടാ? അല്ല മക്കളെ, സെറ്റ് അല്ലേ? സീനൊന്നുമില്ലല്ലോ അല്ലെ? ടാബിൾ വരക്കാൻ മനസ്സിലായില്ലേ എല്ലാവർക്കും ടാബിൾ വരക്കാൻ മനസ്സിലായി. ഇനി നമുക്ക് എന്താ പഠിക്കുന്നത്? ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, മീഡിയൻ വർക്കർ ആരെയാ? നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് തന്ന നമ്പർ ഇല്ലേ മക്കളെ? ആ ലാസ്റ്റ് നമ്പർ ഇങ്ങനെ എടുക്കാൻ. എത്ര നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്പർ? 45 അല്ലേ കിട്ടിയേ? ഇവിടെ 45 പറഞ്ഞാൽ ഓടാണോ ഈവൺ ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അതിൽ നമുക്ക് കൂട്ടി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടാബിളിൽ ഏറ്റവും അവസാനം വന്ന നമ്പർ നോക്കി. അത് എത്രയാണ്? 45 അല്ലേ? ആ 45 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പർ ആണ് അല്ലേ? അത് ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലായി. അത് ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയില്ലേ? ഓഡ് നമ്പർ ആണ് ഈ സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ എന്താ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ? 45ന്റെ കൂടെ 1 കൂട്ടുക. 1 കൂട്ടിയാൽ എത്രയാ? 46 ഡിവൈഡഡ് ബൈ 2. 46/2. 46/2 ഈസ് ഈക്വൽ ടു 23. അപ്പൊ ഇതിൽ 23 ആണ് എന്ത്? 23 ആണ് ഇതിന്റെ മീഡിയൻ പൊസിഷൻ. 23ാമത്തെ ആളെ പൊസിഷൻ ആണ് ഇതിന്റെ മീഡിയൻ. 23ാമത്തെ ആളെ പൊസിഷൻ. 23 ആണ് മീഡിയൻ. അഥവാ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എന്ത് സിമ്പിൾ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് എങ്ങനെയാ? അവസാനത്തെ ആളെടുത്ത്. അവസാനത്തെ ആള് ഓടാണെന്ന് മനസ്സിലായപ്പോ 1 കൂട്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്ത്. അപ്പൊ എത്രയാ? 1 കൂട്ടിയാ 46. 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 23. എടാ, ഈ തന്നത് അവസാനം തന്നത് ഒരു ഈവൺ നമ്പറാ വിചാരിക്കും.
അതായത് അവസാനം കൂട്ടിയപ്പോൾ കിട്ടിയ 40 വിചാരിക്കും. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് സാറ് പറഞ്ഞാൽ? അപ്പൊ ഈവൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 40 എടുക്കാൻ, എന്റെ 40ന്റെ പകുതി എടുക്കാൻ. 40ന്റെ പകുതി എത്രടാ? 40ന്റെ പകുതി 20. ആ 20 മീഡിയം പറയാൻ പറ്റുമോ? ഇല്ല. ഈവൺ ആണെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? 20ഉം 20ന്റെ 1 കൂട്ടിയാൽ എത്രയാ? 21 അല്ലെ? ആ ഈ 2 ആൾക്കാർ എന്തെടുക്കണം? ആവറേജ് എടുക്കണം. അപ്പൊ മീഡിയം കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യാന്? മീഡിയം കണ്ടുപിടിക്കാൻ 20ാമത്തെ ആളത് പ്ലസ് 21ാമത്തെ ആളത് ഡിവൈഡഡ് ബൈ 2 ഇതായിരിക്കും അതിന്റെ മീഡിയൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓഡ് നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യണം, ഈവൻ നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നീ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? സെറ്റല്ലേ? അപ്പൊ നേരെ നമുക്ക് തിരിച്ച് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? 23ാമത്തെ പൊസിഷൻ ആണ് ഇതിന്റെ എന്തെന്ന് മനസ്സിലായി? മീഡിയൻ എന്ന് മനസ്സിലായി. അതെല്ലാം നിൽക്കട്ടെ. ഇവിടെ ഈ 23 എന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത്? ഈ 23 ഏത് സ്ഥലത്തുണ്ടാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ. അതായത് നമുക്ക് കളറെല്ലാം മാറ്റിയിട്ട് ഇനി ജിങ്ക ആക്കാം. ഓക്കെ, ഇപ്പൊ ഈ 23 എവിടെയാ വരുന്നത് നോക്കിയാട്ടെ. ഇവിടെ ആദ്യത്തെ 8 ആളുണ്ട്. 8 ആള് ഈ സ്ഥലത്താണുള്ളത്. ഓക്കെ, പിടിച്ചോ. 19 ആള് ഇവിടെയല്ല, 19 ആള് ഇവിടെയല്ല. നമുക്ക് എത്രാമത്തെ ആളെന്ന് കണ്ടുപിടിക്കണ്ടേ? 23ാമത്തെ ആളല്ലേ? 23ാമത്തെ ആള് എവിടെയുള്ളത്? 19 ആള് എവിടെയുള്ളത്? ഇവിടെ 29 ആളുണ്ടല്ലേ? ഈ സ്ഥലല്ലേ? ഓക്കെ, അതായത് ആദ്യത്തെ 8 ആളുള്ളത് 500ലാണ്. പിന്നെ വരുന്നത് 8ന് ശേഷം ആരാ? 9 മുതൽ അല്ലെ? 8ന് ശേഷം വരുന്ന 9 മുതൽ 19ാമത്തെ ആള് വരെ എവിടെയുള്ളത്? അവര് 600ലാണ് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയാന്? ആദ്യത്തെ 8 ആള് 500ലാണ്. ഒമ്പതാമത്തെ ആള് മുതൽ എത്രാമത്തെ ആള് വരെ? 19ാമത്തെ ആള് വരെ എവിടെയുള്ളത്? 600ലാണ്. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഇതൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ. 20ാമത്തെ ആള് മുതൽ എത്ര വരെടാ? 20ാമത്തെ ആള് മുതൽ അങ്ങ് 29ാമത്തെ ആള് വരെ അല്ലെ? 20ാമത്തെ ആള് മുതൽ 29ാമത്തെ ആള് വരെ എവിടെയാണ് ഉള്ളത്? 700ലാണുള്ളത്. അയ്യോ ഗൈസ്, 700ലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി 23ാമത്തെ ആള് ഏത് കള്ളിമല വരാന്? ഏത് കള്ളിയിലാ ഗൈസ് വരാന്? ഈ കള്ളിയിലാണല്ലേ വരാനല്ലേ? യെസ്, അവര് ഈ കള്ളിയിലാണ് വരാൻ. നമ്മുടെ ബിലോ 700. ഞാൻ വേറെ ഒരു മഞ്ഞ കളർ എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചതാ. ഈ കള്ളിയിലാണ് അവര് വരുന്നത്. 23ാമത്തെ പൊസിഷൻ വരുന്നത് ഈ ഒരു കള്ളിയിലാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? തെറ്റല്ലടാ? അപ്പൊ ഇതിന്റെ മീഡിയൻ ക്ലാസ് എന്നൊക്കെ മനസ്സിലായി. ഏതാ? ബിലോ 700ലാണ് ഈ ചങ്ങായി വരേണ്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ നമ്മൾ 23ാമത്തെ ആളുള്ള സ്ഥലം നമുക്ക് മനസ്സിലായി അല്ലെ? നമ്മൾ ഇവിടെ മഞ്ഞ കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 23ാമത്തെ ആൾ എവിടെയാ വരാന്? നമ്മൾ 20 മുതൽ 29 വരെ വരുന്ന ബിലോ 700ലാണ്. അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്തറിയോ? നമുക്ക് ഇത് വെച്ച് കോമൺ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് ഇത് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടേണ്ട ഏത് സ്ഥലത്താണെന്ന് മനസ്സിലായാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്തെങ്കിലും, അതായത് നമുക്ക് കിട്ടേണ്ട ആ കള്ളി നമുക്ക് മനസ്സിലായി എവിടെയാണ് ഇവൻ ഉള്ളത് എന്ന് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ തൊട്ട മേലെ താളെ നോക്കാൻ. അപ്പൊ ഇതിന്റെ ഈ കള്ളീന്റെ തൊട്ട മേലെയുള്ള കള്ളി ഏതാ? നമ്മുടെ 19ന്റെ കള്ളി അല്ലേ? 19ന്റെ കള്ളിയല്ലേ മക്കളെ ഉള്ളല്ലേ? അല്ലെ? ഈ 29ന്റെ കള്ളി നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മളെ മീഡിയം ക്ലാസ് എന്ന് മനസ്സിലായി. തൊട്ട മേലെ താളാരാ? അത് 19 ആണ്. ഇത് സെറ്റ് എല്ലാവർക്കും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാ? ഈ 19നെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം 19ാമത്തെ ആളെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ എങ്ങനെയാ പറയാന്? 19ാമത്തെ ടേം എന്നാണല്ലേ പറയാനല്ലേ? 19ാമത്തെ ടേം നമ്മൾ പറയും x19, അതായത് 19ാമത്തെ ടേം. ഈ 19ാമത്തെ ടേം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാ? സുമാറാക്കുകയാണ്. എന്താ സുമാറാക്കുന്ന അറിയോ? ഈ 19ാമത്തെ ടേം നേരെയുള്ള 19ന് നേരെയുള്ള ആളാരാ? 600 അല്ലേ? അപ്പൊ നമ്മൾ പറയും ഈ 19ാമത്തെ ആൾ ആരാ? നമ്മൾ പറയും 600 ആണ് ഇതിന്റെ 19 എന്ന് പറയും. അപ്പൊ നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ് നമ്മളെ 23 സ്ഥലം കിട്ടിയാൽ അതിന്റെ തൊട്ട മേലെയുള്ള ആളാരാ? 19. ഇവിടെ തൽക്കാലം 19 ആണ്. അപ്പൊ 19, ആ 19 നമ്മൾ ഒരു ടേം ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആയിട്ട് കണക്കൂട്ടുന്നു. അപ്പൊ എന്ത് പറയുന്നു? x19. അത് എത്രയാ? അതിന്റെ നേരെ തൊട്ടടുത്തുള്ള വാല്യൂ എത്രയാ? അത് 600. നമുക്കറിയാം ഒരു ടേം കിട്ടിയാൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കളി ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി വാണ്ട് ടു ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ കോമൺ ഡിഫറൻസ് വേണം D അല്ലെ? അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് എല്ലാം അറിയുന്നല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് വേണ്ടേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഈ രണ്ട് ടീമില്ലേ, നമ്മളായിട്ടുള്ള 2 ടീമില്ലേ, ആ ടീമുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ടീമുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പൊ എന്താ? 19 ഇവനും. അതായത് നമ്മളെ 2 കളി, നമ്മൾ x19 തൊട്ടതായുള്ള നമ്മൾ എടുത്ത കള്ളിയില്ലേ, അതായത് രമണ ഈ 2 കള്ളികളും നമ്മൾ എടുത്ത 2 കള്ളികൾ ഇതല്ലേ?
നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കള്ളികൾ. ആദ്യം ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കള്ളി ചങ്ങായി. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത് വരാം. ഇവർ രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയും നോക്കണം, രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെയും നോക്കണം. അപ്പൊ നമുക്ക് ആ വ്യത്യാസം ഒന്ന് എടുത്താലോ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ വ്യത്യാസങ്ങൾ ഒന്ന് എടുത്താലോ. 700 600 കുറച്ചുള്ള വ്യത്യാസം എത്രയാ? 600 700 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 100 അല്ലേ? 100 ഡിവൈഡഡ് ബൈ 19 29 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 10. സെറ്റ്. അപ്പൊ എത്രയായി? 100 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 100 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാല് 10. അപ്പൊ ഇതാണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞാല്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് വേണ്ട കള്ളി നോക്കുന്നു, അതിന്റെ തൊട്ടമേലത്തെ ആളെ നോക്കുന്നു, അതൊരു ടേം ആയിട്ട് എടുക്കുന്നു, ആ ടേമിന് നേരെയുള്ള അതിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നു. സെറ്റായി. അരിത്തമെറ്റിക് സീക്വൻസ് ആയാൽ ആര് വേണം? കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് കള്ളികൾ തമ്മിൽ മൈനസ് ചെയ്യുന്നു. അപ്പുറത്ത് ആദ്യം വലിയ വാല്യൂസ് മൈനസ് ചെയ്യുന്നു, മേലെ ഇടുന്നു, തൊട്ട ഇപ്പുറത്ത് ഈ നമ്പേഴ്സ് മൈനസ് ചെയ്യുന്നു, ഇപ്പുറത്ത് ഇടുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഇത് സെറ്റാണ്. ഇനി എന്താണ്? ഇനി ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ? 20ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടല്ലേ. നമുക്കിപ്പോ 19 കിട്ടി, അതിന്റെ കോമൺ ഡിഫറൻസ് ആയ 10 കിട്ടി. കോമൺ ഡിഫറൻസ് 10 മനസ്സിലായി. 19ാമത്തെ ആളെയും കിട്ടി, കോമൺ ഡിഫറൻസ് ആയ 10നെയും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇനി 20ാമത്തെ ടേം കണ്ടുപിടിച്ചൂടെ? നമ്മളോടെ കളി. എടാ 20ാമത്തെ ടേം പറഞ്ഞാൽ എന്ത് സിമ്പിൾ ആയത്. 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ 19ന്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി? സാധാരണ രീതിയിലാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് അങ്ങ് കൂട്ടിയാൽ പറയാം. അങ്ങനെയല്ലേ? 19ാമത്തെ ടേമിന്റെ ഒപ്പം ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 20ാമത്തെ ടേം കിട്ടും. അങ്ങനെയല്ലേ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, പറ്റൂല. ഇവിടെ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അങ്ങനല്ലേ? ഇവിടെ അങ്ങനെ പറ്റൂല, അത്ര തന്നെ. വേറെ വർത്താനൊന്നുമില്ല. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ ചെയ്യാന്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാന് പറഞ്ഞാല്, നമ്മൾ വെറും ഒരു ഡി അല്ല കൂട്ടാന്, d/2 ആ കൂട്ടാന്. സാധാരണ രീതിയിൽ 19ന്റെ ഒപ്പം ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 20 കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഈ x19 എസ്യൂം ചെയ്യുന്നതാ. എസ്യൂം ചെയ്ത വാല്യൂ നമുക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ d/2 കണക്കൂട്ടാൻ. അതായത് നമ്മൾ d കൂട്ടൂല, അതിന് പകരം d/2 അതിന്റെ ഡിന്റെ പകുതിയാണ് നമ്മൾ ഇവിടെ കൂട്ടാൻ. അപ്പൊ ഡിന്റെ പകുതി കൂട്ടണം അല്ലെ? അപ്പൊ ഡിന്റെ പകുതി പറഞ്ഞാൽ ഡി എത്ര ഇടാം? അപ്പൊ നോക്കിയാലോ, x19 പറഞ്ഞ എത്രയാ? 600 പ്ലസ് ഡി എത്രയാ? 10. 10ന്റെ പകുതി 10/2 10ന്റെ പകുതി. അപ്പൊ എത്രയാ? 600 പ്ലസ് 600 പ്ലസ് 10ന്റെ പകുതി എത്രയാ? 5. 600 പ്ലസ് 5 എത്രയാടാ? 605. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x20 ബി ക്വസ്റ്റ്യൻ കിട്ടി. 20ാമത്തെ ആളെ എത്രയാ വാല്യൂ? 20ാമത്തെ ആളെ വാല്യൂ 605 ആണെന്ന് നമുക്ക് മനസ്സിലായി. 20ാമത്തെ ആളെ വാല്യൂ 605. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? നമുക്ക് വേണ്ട ആളെ നോക്കി, തൊട്ട മേലത്തെ ആളെ നോക്കി, നേരെ x19 എടുത്തു, അതിന്റെ തൊട്ടടുത്ത ആളെ കണ്ടുപിടിക്കാം. തൊട്ടടുത്ത ആളെ. അപ്പൊ തൊട്ടടുത്ത ആളെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തേ, അയാള് എസ്യൂം ചെയ്ത ആള് പ്ലസ് ഒരു ഡി അല്ല അതിന് ഓരോ d/2. എപ്പോഴും d/2 ആയിട്ടാണ് ഉണ്ടാവാന്. നമ്മൾ എസ്യൂം ചെയ്ത ആളെ തൊട്ടടുത്തുള്ളത് കണ്ടുപിടിക്കാൻ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? d/2 ചെയ്താൽ മതി. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, d/2 അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x20 കിട്ടി. ഇനി x20 ആണോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, x20 കണ്ടുപിടിക്കണം. പക്ഷെ ആരെയും കൂടി കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മീഡിയൻ ഡെയിലി വെയ്റ്റ്സ്. മീഡിയൻ കണ്ടുപിടിക്കണം. എടാ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളെയാ സുഹൃത്തുക്കളെ? മീഡിയൻ എന്ന് പറഞ്ഞാൽ 23ാമത്തെ ആളെ അല്ലേ? അപ്പൊ 23ാമത്തെ ആളെ കണ്ടുപിടിക്കണം. അപ്പൊ സി ക്വസ്റ്റ്യൻ, 23ാമത്തെ ആളെ കണ്ടുപിടിക്കണം. അപ്പൊ 23ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 20 ഇങ്ങെടുക്ക്. നമ്മൾക്ക് എല്ലാം കൂടി ചെയ്ത് കിട്ടിയല്ലേ 20. 20ന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 23 കിട്ടുവാടാ? എടാ 20ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലേ 23 കിട്ടാൻ? 3 ആഡ് ചെയ്താലല്ലേ? അപ്പൊ അതങ്ങ് ചെയ്താൽ പോരെ. അപ്പൊ 3 കോമൺ ഡിഫറൻസ്, 20ന്റെ പരം 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. അപ്പൊ 20ാമത്തെ ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലേ? തൊട്ട ബാക്കിൽ അതാ കണ്ടുപിടിച്ചു വെച്ചിന്. 20 എത്രയാണ്? 20 605. ഓക്കെ, 605. അതിങ്ങ് ബെറ്റെ 605. അപ്പോൾ 20ാമത്തെ ടേം 605 പ്ലസ് 3 കോമൺ ഡിഫറൻസ്. ഇവിടെ d/2 ചെയ്യണോ? വേണ്ട. എന്തുകൊണ്ട് ചെയ്യണ്ട? കാരണം ഇവിടെ എസ്യൂം ചെയ്യുന്നില്ല, ഇവിടെ സുമാറൊന്നും പറയുന്നില്ല. അപ്പൊ 3 into കോമൺ ഡിഫറൻസ് എത്രയാ? 10. 3 into 10. അപ്പൊ എത്രയായി? 605 പ്ലസ് 3 into 10 30. അപ്പൊ 605 പ്ലസ് 30. 605 30 കൂട്ടിയാൽ എത്രയാ? 635. അപ്പൊ ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? മീഡിയന്റെ ആളെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഓഡ് നമ്പറിന് വരുന്ന സമയത്ത് മീഡിയൻ കണ്ടുപിടിക്കാൻ. മക്കളെ ടെൻഷൻ അടിക്കല്ലേ, ഇത് ഈവൻ നമ്പർ ആണ് വന്നതെങ്കിൽ എന്താ നമ്മൾ ചെയ്യാൻ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാളെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 40 ആണ് വന്നതെങ്കിൽ, 40 ആണ് എല്ലാം കൂടിയാ കിട്ടിയതെങ്കിൽ, ഇതിൽ ഉള്ളത് പച്ചരി സനേദ്യ വരില്ല. 40 ആണ് എല്ലാം എഴുതിയാ കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ 20ാമത്തെ
ആളെയും കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ 21ാമത്തെ ആളെയും ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെ 20നെയും കണ്ടുപിടിക്കണം, 21നെയും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ആവറേജ് എടുക്കണം അല്ലെ. രണ്ടും ആഡ് ചെയ്യുക, രണ്ടിന്റെ വാല്യൂ, രണ്ടിന്റെ ആൻസറും ആഡ് ചെയ്യുക, 20ന്റെ 21ന്റെ ആൻസർ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്താൽ അതായിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ എന്തിനെ കുറിച്ച് പറയാനുള്ള, മീഡിയൻ ക്ലാസ് പ്രോബ്ലത്തിനെ കുറിച്ച് പറയാനുള്ള. അങ്ങനെ സ്റ്റാറ്റി എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റർ, 6 or 7 മാർക്ക് വെയിറ്റേജ് ഉള്ള സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പൊ ഈ ഒരു 45-50 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റാറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വർക്ക് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റിനും വേഗം പോയി ചെയ്തിട്ട് വരാം. മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ആൻഡ് ഇറ്റ്സ് മീ റഷാദ് CP സൈനിങ് ഓഫ്. താങ്ക് യു.